ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു അടിപൊളി ട്രിപ്പോട്ടോ പോകാൻ പോകുന്നത്. ആക്ച്വലി ഇത് ഞാൻ നാട്ടിലുണ്ടായിരുന്ന ടൈമിൽ പോയ ട്രിപ്പിൻ്റെ ഒരു വ്ളോഗായിരുന്നു. ബട്ട് കുറച്ച് ഡിലേ ആയി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുക. ഇപ്പോൾ ഫ്രീ ആയ ടൈമിലാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളും ഞങ്ങളെ നൈബേഴ്സ് എല്ലാവരും കൂടി നല്ലൊരു അടിപൊളി ട്രിപ്പ് പോയതാണ് കേട്ടോ. ആക്ച്വലി പറഞ്ഞാൽ നല്ല അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി നല്ല അടിച്ച് പൊളിച്ച് എല്ലാ അഡ്വഞ്ചറിലൊക്കെ കയറി എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞാനും ഭയങ്കര ഐ എം സോ ഹാപ്പി. ട്രിപ്പിന് പോയ ടൈമിൽ ഞങ്ങൾ ട്രാവലറിലായിരുന്നു പോയത് എങ്ങോട്ടാന്ന് വെച്ചാൽ വൈത്തിരി അഡ്വഞ്ചർ പാർക്കിലേക്കായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ അവിടെ എത്തി. അതിനുശേഷം ജീപ്പിൽ വേണം വൈത്തിരി പാർക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ 2-3 ട്രിപ്പൊക്കെ അടിച്ചു ഇവർ ഡ്രൈവർ. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വൈത്തിരി പാർക്കിലേക്ക് ഇങ്ങനെ എൻ്റർ ആയിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ആക്ച്വലി അവർ എൻട്രൻസ് ആണെങ്കിലും മൊത്തത്തിലൊരു നല്ലൊരു വെറൈറ്റി ഉണ്ട് കേട്ടോ കാണാനൊക്കെ ആയിട്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അതിലും ഭയങ്കര അടിപൊളി സംഭവങ്ങളാണ്. നിങ്ങൾ ഇനി വഴിയെ കാണാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഞങ്ങളിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ബാക്കിയുള്ള കുറച്ച് ആൾക്കാർ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ബാക്കി വീഡിയോസ് കാണാം. ഗൈസ്, ഞങ്ങളങ്ങനെ അകത്തേക്ക് കയറി. ഇനിയിപ്പോൾ ടിക്കറ്റാണ് എടുക്കേണ്ടത്. നമ്മളിപ്പോൾ ഓൾറെഡി 20 പേരിൽ ആൾക്കാർ അധികമുണ്ട്. അപ്പം നമ്മളിനിയിപ്പോൾ അടുത്ത ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുത്ത് നമുക്കൊരു ടാഗൊക്കെ കയ്യിൽ കെട്ടാനൊക്കെ അവർ തരും. നമ്മൾ ഒരേ ഒരു ടീം ആയതുകൊണ്ട് നമ്മൾ ടീം ട്രിപ്പായിട്ടാണല്ലോ വന്നത്. അപ്പം കയ്യിൽ ടാഗ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലാവരും കയ്യിൽ ഓരോ ടാഗ് ഉണ്ടാവും. എൻ്റെ കയ്യിലും അതേപോലെ ഒരു ടാഗ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങളെ കൂട്ടത്തിലുള്ള 2 താത്തമാർ വേഗം പോയിട്ട് സ്വിങ്ങിൽ പോയി കയറി. ഇനിയിപ്പോൾ അവരെ കഥ എന്താവോ എന്തോ. ബട്ട് അവർ ഭയങ്കര കൂളായിട്ടാണ് കേട്ടോ ഗൈസ് അറിഞ്ഞത്. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. അവരിങ്ങനെ പോകണമാണ് നല്ല രസമുണ്ടായിരുന്നു. എൻ്റെത് വഴിയേ വരുന്നുണ്ട്, അത് വേറെ കഥ. ഇനി നമ്മളിങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് അതൊക്കെ കഴിഞ്ഞ് നമ്മളിനി മുകളിലോട്ടേക്ക് നടന്ന് കയറുകയാണ്. ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഓരോ റൈഡ് എന്ന് പറഞ്ഞാൽ തോണി അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ ഇതിലൊക്കെ ഞാൻ കയറിയിരുന്നു കേട്ടോ. ഇതിലിപ്പോൾ എൻ്റെ അനിയനുണ്ട്. അവനതാ നോക്കി ഇങ്ങനെ റെഡ് ടീഷർട്ട് ഇതൊരു സംഭവമായിരുന്നു ഗൈസ്. ഇത് നമ്മൾ മെല്ലെ ഇങ്ങനെ പോയെങ്കിലും പിന്നെ ഒരു കൊണ്ടുപോകല, അത് വല്ലാത്തൊരു കൊണ്ടുപോകൽ തന്നെയായിരുന്നു കേട്ടോ. ഇതിൽ ഞാനുണ്ട്, ഫമിയുണ്ട്, നീഹുണ്ട്, അശ്മിയുണ്ട്, ജെന്നുണ്ട്. ഞങ്ങളുടെ ടീംസ് ആയിരുന്നു കേട്ടോ അതിൽ കയറിയത്. അതിൻ്റെ ഇടയിൽ വേറെ 2 ചേച്ചിമാരുണ്ടായിരുന്നു, അവരെ എനിക്കറിയില്ല ഗൈസ്. അങ്ങനെ ഏതായാലും ഇതിൽ കയറി ആടിച്ച് പൊളിച്ച് കൂക്കി തിമിർത്തോട്ടോ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഇതിനിപ്പോൾ ഇങ്ങനെ സ്പീഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇതിങ്ങനെ സ്പീഡ് കൂടി ഇങ്ങനെ ഇറങ്ങുമ്പോൾ നമുക്ക് ചെറിയൊരു ബോധക്കുറവൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മുടെ ടീംസിലെ ഇത്താത്തമാർ കയറി എൻജോയ് ചെയ്തത് തോണിയിലാണ് കേട്ടോ. കയറി അവരിങ്ങനെ ആടാണ്. അവർ കുറച്ച് ആൾക്കാർക്ക് പകുതി ആൾക്കാർക്ക് സ്പീഡ് വേണം, പകുതി ആൾക്കാർക്ക് സ്പീഡ് വേണ്ട. ഇതിൽ ഞങ്ങളുണ്ട് കേട്ടോ ഒരു സൈഡിൽ. ബട്ട് ഇതാണ് ഞങ്ങൾ ടീംസ് മാത്രം കയറിയിട്ട് ഭയങ്കര സ്പീഡിൽ വേണമെന്ന് പറഞ്ഞിട്ട് ഇത് കൂക്കി ആർത്തിട്ടുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ. ഭയങ്കര സ്പീഡിലായിരുന്നു ആ ചെക്കന് ആ തോണി ഓപ്പറേറ്റ് ചെയ്തതുണ്ടോ. ഏതായാലും അടിപൊളിയായിരുന്നു. അങ്ങനെ ഇത് കഴിഞ്ഞിട്ടും ഓരോ സംഭവങ്ങൾ ഇങ്ങനെ അടിക്കടി വന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് വെയിറ്റ് ആൻഡ് വാച്ച്. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്തത് ഇതാണ് ഇരുന്നത്. ഇത് ഇങ്ങനെ ഭയങ്കര ഇത് സ്പീഡ് കൂടുകയും ചെയ്യും. ഇത് കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ടാണ് അധികം സ്പീഡിലാക്കാണ്ട് ഒരു മീഡിയം ലെവലിൽ ഇങ്ങനെ പോകുന്നത്. ഇതിപ്പോൾ നമ്മുടെ ട്രിപ്പ് ഗ്യാങ്ങിലുള്ള താത്തമാരൊക്കെയാണ് ഇതിൽ കയറിയത്. ബട്ട് ഇതും കുറച്ച് സ്പീഡ് ഉണ്ടായിരുന്നു. ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളെ ടീംസ് കയറിയത് ഭയങ്കര കറക്കി തിരിച്ചിട്ട് ഭയങ്കര സ്പീഡിലായിരുന്നു കേട്ടോ. അതുപോലെ ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൈമുട്ടി പാട്ടൊക്കെ പാടി നല്ല ചില്ല് ചെയ്തിട്ടുള്ള വൈബ് ചെയ്തിട്ടായിരുന്നു ഇതുണ്ടായിരുന്നു സംഭവം. നല്ല അടിപൊളി സൂപ്പർബായിരുന്നു ഗൈസ്, പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഗൈസ്, ഈ ഒരു അറ്റംപ്റ്റ് ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. ഈ ടൈമിൽ ഞാൻ വേറെ എന്തോ ഒന്ന് എക്സ്പ്ലോർ ചെയ്യായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ എക്സ്പ്ലോർ ചെയ്ത ആൾക്കാർ ചുരുക്കം ആൾക്കാരാണ്. അതിൽ നമ്മളെ നേഹുണ്ട്, ഫമിയുണ്ട്, പിന്നെ സാബ്രത്ത, പിന്നെ സൽസത്തുണ്ട്. അങ്ങനെ കുറച്ച് നമ്മളെ ഗ്രൂപ്പിലുള്ള ടീംസാണ് ഇതിൽ അവർ ഓടിക്കയറി കേട്ടോ. എനിക്കിതിൽ കയറാൻ ടൈം കിട്ടിയില്ല, ഞാൻ വേറെ എന്തിനോ ആയിരുന്നു. അപ്പോൾ അങ്ങനെ
ഗൈസ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സ്വിങ്ങിലേക്ക് എത്തി. അങ്ങനെ ഞാനും ഫമിയും ആയിരുന്നു പെയർ കേട്ടോ. അല്ലോ ഈ ടൈമിലൊക്കെ ഉള്ളിൽ ഭയങ്കര എന്താവും എന്നുള്ളൊരു ആ ഒരു സംഭവമായിരുന്നു കേട്ടോ മനസ്സിലുണ്ടായിരുന്നു. ബട്ട് നന്നായിട്ട് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അത് വേറെ കാര്യം. പേടിയുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് ഇങ്ങനത്തേലൊക്കെ കയറാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. അതേപോലുള്ളൊരു പെയറിനെയാണ് എനിക്ക് കിട്ടിയതും ഞങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും സെലക്ട് ചെയ്തതും. ഞങ്ങളെന്തായാലും നല്ല എൻജോയ് ചെയ്തു, നല്ല അടിപൊളിയായിരുന്നു. കുറേ നമ്മളെ ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ ഞങ്ങളങ്ങനെ തളർത്താനൊക്കെ നോക്കി. ബട്ട് ഞങ്ങൾ തളർന്നില്ല കൈസ്. ഞങ്ങളൊരു പോക്കങ്ങ് പോയി. ആ ചേട്ടനങ്ങ് വിട്ടപ്പോൾ പിന്നൊന്നും ഓർമ്മയില്ല, ചുറ്റിലുള്ളതൊന്നും ഓർമ്മയില്ല എന്നായിരുന്നു. ഇത് കഴിഞ്ഞ് അടുത്ത ട്രിപ്പ് ആൾക്കാർ കയറി. അവരാണ് ഇവർ, അശ്മിയും ജെന്നും. ഇവരത് കോമഡിയോട് കോമഡി ആയിരുന്നു ഇവർ കയറിയപ്പോൾ. ഇവരത് ഫസ്റ്റ് റൗണ്ട് കുറേ അങ്ങ് മുകളിലോട്ട് പൊക്കി. പിന്നെ എന്തോ ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ കാരണം ഇവർ പിന്നെ താഴേക്ക് ലാൻഡ് ചെയ്യിച്ചു. അത് കഴിഞ്ഞ് ഇതുവരുടെ രണ്ടാമത്തെ ട്രിപ്പാണ്. ഇതുവർ കുറച്ച് ഒരു പകുതി ഹാഫ് വരെയൊക്കെ ഇവർ കൊണ്ടുപോയിട്ടുള്ളൂ. അപ്പോൾ ഭയങ്കര പേടി ഇവർക്ക്. അപ്പോൾ ഒരു ഹാഫ് വരെയൊക്കെ പോയിട്ട് എന്നിട്ടും ഇവർ ഭയങ്കര കുക്കുളി വാക്കുളിയൊക്കെ ആയിരുന്നു. ബട്ട് നല്ല നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കാണുന്നവർക്ക് പിന്നെ രസമാണല്ലോ, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണല്ലോ ആ ടൈമിൽ ഭയങ്കര ടെൻഷൻ. ഏതായാലും അവർ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ഹാപ്പി, ഞങ്ങൾ ചെയ്തവരൊക്കെ ഞങ്ങൾ ഹാപ്പി, ചെയ്യാത്തവർ കണ്ടുന്നവർ ഹാപ്പി, എല്ലാവരും ഹാപ്പി. ഇനി നിങ്ങൾ ഇവരത് കണ്ടിട്ട് വാ. അങ്ങനെ കേസ് അവരത് കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. അവിടെയാണ് സിബ് ലൈൻ സംഭവങ്ങളും, അതുപോലെ ഫുഡ് റെസ്റ്റോറൻറ്റ്, അവിടെ വാട്ടർ പാർക്ക്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെയാണ് ഉള്ളത്. അങ്ങനെ പിന്നെ ആ ഇറങ്ങുന്ന ആ ഏരിയയിൽ തന്നെയാണ് ഈ ഹൊറർ ഹൗസും ഉണ്ടായിരുന്നത്. ഇവിടെ അതിലും വേറൊരു കോമഡി ഉണ്ടാകും, ഞാൻ പറഞ്ഞിടാം. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇതിന് മുന്നേ, ഞങ്ങൾ കയറുന്ന മുന്നേ ബാക്കിയുള്ള നമ്മുടെ ടീംസിലെ ആൾക്കാരൊക്കെ കയറി. ഞങ്ങളാണ് ഈ ലാസ്റ്റിലേക്ക് കയറുന്ന ആൾക്കാർ. ഇതിൻ്റെ ഉള്ളിലൊരു സൗണ്ട് ഉണ്ട്. അത് കേട്ടിട്ട് ഞാനിതിൻ്റെ ഉള്ളിൽ കയറിയില്ല. സത്യം പറയാലോ ഗൈസ്, ഇവരൊക്കെ എന്നെ കുറേ പിടിച്ച് വലിച്ച് കയറ്റാൻ നോക്കി. ഞാൻ കയറിയതേയില്ല. ഞാൻ ഭയങ്കര ധൈര്യശാലി ആയതുകൊണ്ട് ഞാൻ കയറിയതേയില്ല. ഞാൻ എന്താക്കി, ഇവരൊക്കെ കയറ്റിട്ട് ഞാൻ ബാക്ക് വശത്ത് കൂടെ ഇറങ്ങി വന്നു. ഇതൊക്കെ കണ്ടിറങ്ങിയ ആളെ പോലെ. അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാർക്ക് ഞാൻ വഴിയും പറഞ്ഞു കൊടുത്തു. അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഹൊറർ ഹൗസിലേക്ക് അടിച്ചത്. ഞാൻ കയറിയില്ല സത്യം പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഞങ്ങളൊക്കെയാണ് ഈ കാണുന്ന ഞങ്ങളാണ് ലാസ്റ്റ് ഹൊറർ ഹൗസിൽ കയറി കേട്ടോ, ഞാനൊഴിച്ച്. അങ്ങനെ പിന്നെ നേരെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവിടെ ഇങ്ങനെ സൈഡിൽ ഐ ലവ് വൈത്തിരി പാർക്ക് എന്നുണ്ട് കേട്ടോ. അതങ്ങനെ കഴിഞ്ഞ് ഇറങ്ങി വന്ന് ആ സൈഡിലായിരുന്നു സിബ് ലൈൻ ഉണ്ടായിരുന്നേ. ഇനി പിന്നെ അത് കയറുന്നതിൻ്റെ അടുത്ത അഡ്വഞ്ചറിലൊക്കെ കയറുന്നതിന് മുന്നേ ഫുഡ് ഖാന കഴിക്കാൻ വന്നിട്ടു. ഖാന അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ സൈഡിലെ റെസ്റ്റോറൻറ്റ്. ഓൾറെഡി നമ്മൾ ഈ ട്രിപ്പിൽ ഫുഡും കാര്യമൊക്കെ നമ്മൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ട്രിപ്പായിരുന്നു കേട്ടോ. ഞങ്ങൾ കൊണ്ടുവന്നൊന്നുമല്ല, ഞങ്ങൾ എല്ലാവരും കടികളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. ഞങ്ങൾ രാവിലെ വരുമ്പോൾ ട്രാവലറിൽ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കഴിച്ച്. അത് കുറേ അടിപൊളി കടികളുണ്ടായിരുന്നു കേട്ടോ. വെള്ളെത്താത്തമാർക്ക് കൊണ്ടുവന്ന അടിപൊളി കടികളുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് കവറപ്പ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിരുന്നു. ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ വെറും ചോറും കറിയും മീൻകറിയും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താ ഫുഡ് മമ്മി? ബിരിയാണിയാ? ചിക്കൻ ബിരിയാണി. ഫുഡ് കെട്ടാൻ തുടങ്ങിയോ? ഫുഡ് എങ്ങനെ ഉണ്ട് ഷമീത്ത? ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് എങ്ങനെയുണ്ട് ബിരിയാണി? സൂപ്പറാ? മെച്ചി ബിരിയാണി കിട്ടിയില്ലേ? വെറും ചോറാ? 110 അങ്ങക്കോ ബിരിയാണി ടേസ്റ്റ് ഉണ്ടോ? ആണോ? ടേസ്റ്റ് അടിപൊളിയാ? അശ്മി മോക്ക് കൊടുക്കണ്ടോ? ചാച്ചൂട്ടി അങ്ങനെ കഴിച്ച് ഞങ്ങൾ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് പിന്നെ താഴോട്ട് ഇറങ്ങി വന്നു കേട്ടോ. അവിടുന്ന് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അതിന് ശേഷം പിന്നെ ഞാൻ താഴത്ത് ഓരോന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഇങ്ങനെ വീഡിയോസും കാര്യമൊക്കെ എടുക്കുകയായിരുന്നു കേട്ടോ. ഇവിടെ സ്പാ സംഭവമുണ്ട്, പിന്നെ അതേപോലെ വേറെ മസാജ് ചെയ്യുന്ന ഒരിതൊക്കെ ഉണ്ട്. അങ്ങനെ എന്തൊക്കെയോ ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ് ഇവിടെ. സത്യം പറഞ്ഞാൽ എന്തൊക്കെയാ അതിൻ്റെ പേര് പോലും കറക്റ്റ്ലി എനിക്കറിയില്ല.
ബട്ട് ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ അറിയാമല്ലോ ഓരോ എന്തൊക്കെയുണ്ട് ഇവിടെ, എന്തൊക്കെയാണ് സ്ഥിതിഗതികൾ ഇവിടുത്തെ എന്നൊക്കെ. അതേപോലെ ഗൈസ് ഇവിടെ കഫ്റ്റീരിയ ഉണ്ട്, അതേപോലെ ഒരു ചെറിയ ഫാൻസി ഷോപ്പ് ഉണ്ട്. അങ്ങനത്തെ ഒട്ടുമിക്ക എല്ലാം നമുക്ക് ആവശ്യമുള്ളതും വാങ്ങാൻ പറ്റിയ എല്ലാം ഒക്കെ ഉണ്ട് കേട്ടോ. ഈ നമ്മുടെ വൈത്തിരി പാർക്കിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഓൾറെഡി പുറത്തുണ്ട്, ബട്ട് പിന്നെ അകത്ത് കയറി കഴിഞ്ഞാൽ അകത്തും ഉണ്ട്. അങ്ങനെ നമ്മളിവിടെ താഴേക്ക് ഇറങ്ങിയതിനനുസരിച്ചിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെയാണ് നമ്മുടെ ബാഗ്, ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നതും വെക്കുന്നതും ലോക്കർ കാര്യമൊക്കെ സെറ്റ് ചെയ്ത് അവിടെ ആ ഏരിയയിലാണ്. പിന്നെ ഇവിടെയാണ് സിപ്പ് ലൈൻ്റെ ഏരിയ വരുന്നത്. ഇവിടെ എത്താത്തമാരൊക്കെ കയറാൻ തുടങ്ങി. പിന്നെ അതിന് നേരെ കുറച്ച് അപ്പുറത്തെ സൈഡായിട്ടാണ് പിന്നെ സൈക്കിളിൽ വരുന്നത് കേട്ടോ സിപ്പ് ലൈന്. ഇതെൻ്റെ ബ്രദറാണ്. ഓൾറെഡി ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ട്, റെഡ് ടീഷർട്ട് ഇട്ടത്. അവന് മാഷാഅല്ലാഹ് എല്ലാത്തിലും കയറി എൻജോയ് ചെയ്യുന്നുണ്ട്. അവന് നന്നായിട്ട് അവന് ഈ ട്രിപ്പ് വന്നത് നന്നായി മുതലായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാത്തിലും കയറി നല്ല അടിച്ചു പൊളിച്ച് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെയായിരുന്നു അവൻ്റെ കഥകൾ. അങ്ങനെ ഗൈസ് എൻ്റെ നിജുവിൻ്റെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനും ഫമ്മി ഇരുന്നത്. ഇങ്ങനെ രണ്ടാൾ പേർ വെച്ചിട്ടാണല്ലോ ഈ സംഭവം പോവുക. പക്ഷെ ഒരാൾക്കും പോവാൻ തോന്നുന്നു, ബട്ട് ഞങ്ങളിങ്ങനെ 2 പേരായിട്ടാണ് പോയത്. അപ്പോൾ ഇത് ഞാനും ഫമ്മിയും കൂടിയാണ് പോയത്. ഞങ്ങൾ നല്ല കൂളായിട്ട് നല്ല ആസ്വദിച്ച് പോയി. ഇത് കഴിഞ്ഞ് പിന്നെ അടുത്ത ട്രിപ്പിൽ പോയത് നമ്മുടെ സ്വന്തം അശ്മിയും ജെന്നുമായിരുന്നു. അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു. പക്ഷെ ഇവിടുന്ന് ഇറങ്ങുമ്പോഴും ലാൻഡ് ചെയ്യുന്നിടത്ത് അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ കുറച്ച് ഡിലേ ആയി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളിവിടെ സെൽഫി ബൂത്തൊക്കെ ഉണ്ട്. നമുക്ക് വീഡിയോസും കാര്യമൊക്കെ എടുക്കാൻ പറ്റിയ ഇതാണ് കേട്ടോ. ഈ ഏരിയയിൽ ഇവൻ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ, നല്ല അടിപൊളി ഫോട്ടോ ഒക്കെ എടുത്തതും എൻ്റെ മോളതൊക്കെ പിക്സ് എടുത്ത് തന്നിരുന്നു. അതിനുശേഷം പിന്നുള്ളത് നമുക്ക് വാട്ടർ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ്, വാട്ടർ അമ്യൂസ്മെൻറ്റ് സംഭവങ്ങൾ. പക്ഷേ ഞാൻ ഇറങ്ങിയില്ലായിരുന്നു, മോളെ കൊണ്ട് ഇറങ്ങിയില്ല. ഞാൻ മോളെ കൊണ്ട് ഇവിടെ ഇങ്ങനെ കളിക്കുന്ന ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട്. അപ്പോൾ ഞാൻ മോളെയും കൊണ്ട് അവിടെ പ്ലേ ഏരിയയിൽ കുറേ നേരം ഞങ്ങളിങ്ങനെ കളിച്ചും കഥ പറഞ്ഞും അങ്ങനെ ഞങ്ങൾ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അത്യാവശ്യം കളിക്കാനുള്ള പ്ലേ ഏരിയയും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഞാനും മോള് മാത്രം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും അവിടെ കളിക്കാൻ പോയല്ലോ വെള്ളത്തിൽ. അപ്പോൾ ഞങ്ങളിവിടെ നല്ല അടിച്ച് പൊളിച്ച് എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ കളിച്ചൊക്കെ ക്ഷീണത്തിൽ ഞങ്ങളൊരു ഉപ്പ് സോഡയും ചായയും കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ അതിനുശേഷം ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി നോക്കി. കുറേ ആൾക്കാർ വെള്ളത്തിൽ കളിക്കാൻ കുറേ നേരമായിട്ട് കാണുന്നില്ല അവരാരെയും. അപ്പോൾ ഞങ്ങളൊന്ന് ഇറങ്ങി നോക്കി. അപ്പോൾ അവരൊക്കെ എല്ലാവരും ഞങ്ങൾ വന്ന ടൈമിൽ വെള്ളത്തിലൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവരൊക്കെ അങ്ങ് പോയി. പിന്നെ അവിടെ പണിയും നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വലിയ പൂളിൽ പണിയും കാര്യമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ആ സൂപ്പർ മാർക്കറ്റും പിന്നെ ആ ക്ലോത്ത്സിൻ്റെ ഫാൻസി ഏരിയ ഒക്കെ ഈ ഒരു ഏരിയ കേട്ടോ. താഴെ തന്നെയാണ് വരുന്നത്. ഇതിന് മുകളിലാണ് റെസ്റ്റോറൻറ്റ്. നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ഇതിൻ്റെ മുകളിലാണ് കയറിയത്. ഇതാണ് ഗൈസ് ഞങ്ങളെ ടൂർ കൊണ്ടുവന്ന ആൻഡ് കോർഡിനേറ്റർ ബൈ മമ്മി. പിന്നെ ഗൈസ് അവിടെ ഉണ്ടായിരുന്നതാണ് 12D സിനിമ. അത് ഞാനൊക്കെ കയറി എക്സ്പ്ലോർ ചെയ്തു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എൻ്റെ പൊന്നോ, ഭയങ്കര ഒരു അഡ്വഞ്ചർ ഒരു തീമായിരുന്നു ഞങ്ങൾക്ക് ഇട്ട് തന്നിരുന്നത്. നല്ല അടിപൊളി. നോക്കൂ, എല്ലാവരും സെറ്റല്ലേ? നേഹു എങ്ങനെയുണ്ടായിരുന്നു 12D റൈഡ്? എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വല്ലാത്തൊരു എക്സ്പീരിയൻസ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഗൈസ് ഞങ്ങളെ ട്രിപ്പൊക്കെ അടിപൊളി ട്രിപ്പായിരുന്നു. 1 ഡേ ട്രിപ്പ് കേട്ടോ.
അങ്ങനെ ഏതായാലും പിന്നെ എല്ലാവരും തിരിച്ച് വണ്ടിയിലൊക്കെ കയറി ഇനി വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പം ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇനി അടുത്ത വ്ളോഗായിട്ട് കാണാം. ബൈ ബൈ.